വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ വഇൻ നശഅ നുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖസൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാണ് അവരെ സന്താനങ്ങളെ നിറഞ്ഞതായ ഷിപ്പുകളിൽ നാം അവരെ ചുമക്കുന്നു എന്നുള്ളത്. അതായത് കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സഞ്ചരിക്കാൻ ആ കടലിൽ ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടവും ഒരു പ്രയാസവും അനുഭവപ്പെടാതെ കടലിൻ്റെ തിരമാലകൾക്കിടയിൽ സഞ്ചരിക്കാൻ നമുക്ക് വാഹനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു തന്നു. ഷിപ്പുകളും സ്റ്റീമറുകളും അതുപോലെ ബോട്ടുകളും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് യാന്ത്രീകൃതവും അല്ലാത്തതുമായ വാഹനങ്ങൾ കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹു തആല പറയുന്നു ഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. അല്ലാഹു തആല പറയുന്നു അവർക്ക് വേണ്ടി നാം അതുപോലത്തത് സൃഷ്ടിച്ചു, ആ ഷിപ്പ് പോലത്തത്, അതിൽ അവർ സഞ്ചരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ സൃഷ്ടിച്ച് അത് ഒരു പ്രശ്നവും കൂടാതെ സഞ്ചരിക്കുന്നു എന്നുള്ളത് അതൊരു അള്ളാഹു ചെയ്ത ഒരു ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ് എന്ന് ഖുർആൻ പറയുന്നു. ലോകത്ത് ആദ്യമായി കപ്പലുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമാണ്. ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുമ്പോൾ അവിശ്വാസികളായ നാട്ടുകാർ ചോദിക്കുകയുണ്ടായി, അതല്ല നൂഹേ, നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കപ്പലുണ്ടാക്കുന്നത്? ഇത് വെള്ളത്തിൽ സഞ്ചരിക്കാനുള്ളതാണോ അതല്ല ഭൂമുകളിൽ സഞ്ചരിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ആ നാട്ടുകാർ അവിശ്വാസികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം തമ്മാടികൾക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ അനുഭവം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കറിയും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. അങ്ങനെ കുറേ സമയത്തിൻ്റെ ഫലം കൊണ്ട്, പരിശ്രമത്തിൻ്റെ ഫലം കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പണി പൂർത്തിയായി. ആ കപ്പലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവികളുടെയും ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെ രണ്ട് ഇനങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ച് അല്ലാഹു തആല അതിലേക്ക് പ്രവേശിപ്പിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാമിന് അനുവാദം കൊടുക്കുകയും ബാക്കിയെല്ലാം ആ സമയത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി നശിഞ്ഞു പോയി, ജലപ്രവാഹത്തിൽ പെട്ടുപോയി. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത് വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. നിറഞ്ഞതായ ആ ഷിപ്പിൽ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഷിപ്പിൽ നാം അവരുടെ സന്തതികളെ നാം ചുമന്നു എന്നുള്ളത് അവർക്കൊരു ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് വഇൻ നശഅ നുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും. നാം ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല പറയുന്നു അവരെ മുക്കിക്കളയാമായിരുന്നു, അതേ വെള്ളത്തിൽ തന്നെ മുക്കിക്കളയാമായിരുന്നു. ഇപ്പോൾ സഞ്ചരിക്കുന്നവരെയും അല്ലാഹു തആല പറയുന്നു അല്ലാഹു ഉദ്ദേശിച്ചാൽ മുക്കിക്കളയാം. ഇത് അവിശ്വാസികളെ പറ്റിയാണ് പറയുന്നത്, അല്ലാഹുവിൽ വിശ്വാസം വെക്കാത്തവരെ പറ്റിയാണ് പറയുന്നത്. അവരെ നാം മുക്കിക്കളയും. വലാ സ്വരീഖ ലഹും. അങ്ങനെ മുക്കിയാൽ ആ വെള്ളത്തിന്റെ നടുവിൽപ്പെട്ടവർ എത്ര അട്ടഹാസിച്ചാലും എത്ര അവർ ശബ്ദിച്ചാലും അവരുടെ ശബ്ദം കേൾക്കാൻ അവിടെ ആരുണ്ടാവില്ല. കാരണം മക്ക മുശ്രിക്കർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അവർ കടൽ സഞ്ചരിക്കും. കടലിലുള്ള യാത്രയ്ക്കിടയിൽ ഒരുപക്ഷെ അവർ പോകുന്നതിൻ്റെ ഇടയിലാണ് വലിയ കാറ്റും കോളും വന്ന് കടൽ ഭീകരമായാൽ, കടൽ ക്ഷോഭയുണ്ടായാൽ അവരവിടെ നിന്ന് നേരത്തെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല,
അപ്പൊ അവർ പറയും പടച്ചവനെ രക്ഷിക്കണേ, പടച്ചവനെ രക്ഷിക്കണേ എന്ന്. യഥാർത്ഥത്തിൽ അവർക്ക് അള്ളാഹുവിനോട് വിശ്വാസമില്ല. നിവൃത്തിയില്ലാതെ കുടുങ്ങുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിക്കും. അങ്ങനെ അള്ളാഹു പറയുന്നു, ഒരുപക്ഷെ നാം അവരെ രക്ഷപ്പെടുത്തിയാൽ കാറ്റും കോളും നിന്നു, പ്രശ്നങ്ങൾക്ക് ശാന്തമായി കടൽ ഒരു യഥാസ്ഥിതിക്ക് വന്നാൽ ഫൈദാഹും നിശരിക്കൂൻ. അള്ളാഹ് പറയുന്നു, അവർ പിന്നെ നേരത്തെയുള്ള അതേ സ്വഭാവത്തിലേക്ക് മടങ്ങും. അപ്പൊ അവർ പറയും, ഇത് അള്ളാഹിന്റെ കഴിവൊന്നുമല്ല, അതങ്ങനെ പ്രകൃതിയാൽ ഉണ്ടായതാണ്. കരയിലെത്തിയ ഇങ്ങനെ പറയും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ മക്കയിലുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചാൽ അവരെ മുക്കിക്കൊന്നു കളയും. ഫലാ സരീഖലവും. അപ്പൊ അവർ എത്ര വിളിച്ചാലും ആരും അവരെ വിളിക്കേട്ടവർക്ക് രക്ഷപ്പെടുത്താൻ അവിടെ എത്തില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുന്നുമില്ല. പക്ഷേ അള്ളാഹ് പറയുന്നു, ഇല്ലാ റഹ്മത്തം മിന്നാ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെടുന്നത്. വമതാഅൻ ഇലാഹീൻ, ഒരു സമയം വരെ അവർ അതിന്റെ ഔചിത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവർക്ക് കൊടുക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരണം കൊണ്ട് അവർ ഒരു അവധി വരെ അവർ അവശേഷിക്കുന്നു, ബാക്കിയാവുന്നു. അതിന്റെ ശേഷം അവർക്ക് ബാക്കിയാവാൻ കഴിയില്ല. ആഖിറത്തിലെത്തുമ്പോൾ ഇതിന്റെ പ്രതിഫലം അവർ കാണേണ്ടി വരും. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ഇവിടെ ദീൻ നടത്തി. ആ സമയത്താണ് ലോകത്താദ്യമായി ഷിപ്പും കപ്പലും ലോകത്താദ്യമായി ഉണ്ടാക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലാണ് ലോകത്തുള്ള ആദ്യത്തെ കപ്പലെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ആധുനികമായി കണ്ടുപിടിക്കുന്ന പഴകിയ വസ്തുക്കളുടെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുന്ന വിജ്ഞാനികൾ കണ്ടുപിടിക്കുകയുണ്ടായി.